ഇവിടെ മഞ്ഞായി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അടിപൊളി ആയിരിക്കും. എൻ്റെ മോനത് അത് നോക്കിക്കേ. ഓ ഇത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, അതെന്നെ വരവാണോ പുള്ളി വന്ന്. നീ മറ്റേ ഓഫ് റോഡ് പ്രേമിയാണോടാ നീ? അല്ല, ഓഫ് റോഡ് പോകണമെന്ന്. അപ്പുറത്തെ ഓഫ് റോഡാ, ഇത് നല്ല വഴിയാ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഒരു എന്താ പറയുന്നത്, ഒരു ഒത്തിരി ആൾക്കാരൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, ചിരാതുണ്ട്, പിന്നെ നമ്മുടെ അഖിലും ഉണ്ട് കേട്ടോ, ഡെമോങ്കിഡ്. അപ്പോൾ അവൻ V3യിലും നമ്മൾ നമ്മുടെ വണ്ടിയിലും കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്കറിയാം. ഈ ഒരു ഏരിയയിലും കട്ടപ്പന ആ ഒരു സൈഡൊക്കെ ഉള്ളവർക്കറിയാം. അതായത് കുന്തളംപാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു മലയുണ്ട്. അപ്പോൾ ആ ഒരു മലയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് നമ്മുടെ കട്ടപ്പന ആ ഒരു സ്ഥലം മൊത്തം കാണാം. അപ്പോൾ ഇന്നാണെങ്കിൽ മഴയും ഉണ്ട്. അപ്പോൾ അടിപൊളി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആരും വീഡിയോ ഒന്നും ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ചിലപ്പം ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ കാണാത്തയായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല ആ ഒരു സ്ഥലം. എന്തായാലും അടിപൊളി ആയിരിക്കും, കാരണം മഴ മഞ്ഞും കാണും. അപ്പോൾ മൊത്തം സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അവൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് വളഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾക്കത് കാണാമായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാമ്പ് ചെറിയൊരു ബെൻഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നമ്പർ പ്ലേറ്റ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും അതുപോലത്തെ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അതായത് കുറേ വെള്ളച്ചാട്ടം അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അതായത് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ നമുക്ക് ചെയ്യാം. അത് നോക്കിയാൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇത്രയും നേരം മഴ ചാറുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് നോക്കിയേ, ഓ വിഷയമാണ്. ഇപ്പം നമ്മൾ പുളിയമലയിലേക്ക് കേട്ടോ ഈ ഒരു റോഡ് ചെല്ലുന്നത്. അപ്പോൾ പുളിയമലയിൽ ചെന്നിട്ട് അവിടുന്ന് കാണാം കേട്ടോ. കാരണം ഈ ഒരു റോഡ് നിങ്ങൾ ഇഷ്ടംപോലെ തവണ നമ്മുടെ വീഡിയോയ്ക്കകത്ത് തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് പുളിയമലയ്ക്ക് പോവാം. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഒരു ലെഫ്റ്റ് കയറിയാണ് നമുക്ക് പോകേണ്ടത്. അതായത് അവിടുന്ന് ഫസ്റ്റ് നമുക്ക് കട്ടപ്പന റൂട്ട് കയറണം. അത് കഴിഞ്ഞിട്ട് അവനവിടെ ഒതുക്കി കേട്ടോ നമ്മളെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ലെഫ്റ്റ് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പം ഗൈസ്, നമ്മളിത് ഇവിടെ ഈ ഒരു റൂട്ട് കയറി, കട്ടപ്പന റൂട്ട് കയറി. ഇപ്പം മഴ ചാറുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ലെൻസേ വെള്ളം വീഴും. ഞാൻ മാക്സിമം ഇതുപോലെ തുടച്ച് മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ എന്നാലും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം നമുക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട്. അപ്പോൾ അത് ഇത്തിരി വിഷയമാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം മഴയത്ത് നടന്ന് കയറുമ്പോഴേക്കും നമ്മുടെ പരിപാടി തരും. ഇയാളെ ഞാൻ റോഡിന് അടുക്ക് നിർത്തിയിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുമോ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ റെയിൻ കോട്ടും ഒന്നും എടുത്തിട്ടില്ല. അയ്യോ
മഴ പെയ്ത് നനഞ്ഞോണ്ട് വീട്ടിൽ പോകൂല്ലോ ഇന്ന്. വിഷയം. എൻ്റെ പൊന്നേ, എൻ്റെ പൊന്നേ. ഇവിടെ ഫുള്ള് ഡോഗ് സോൺ കൺട്രിയാണോ? ഇവിടുന്ന് ഇനി എങ്ങോട്ടാണോ? അവൻ കാര്യം നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. അവൻ ചിരാതെ ആ വണ്ടി എടുത്തു. അവൻ എൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അവിടെ ആ ജംഗ്ഷനിൽ വന്നപ്പം വഴിയൊന്ന് ചെറുതായിട്ടൊരു ഡൗട്ട് അടിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയത്. അപ്പോഴേക്കും മഴയും കൂടെ പെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നൈസിനങ്ങ് കയറി നിന്നു. ഓ, ജീപ്പ് വരുന്ന അടിപൊളിയാട്ടോ. ഇവിടെ മഞ്ഞായി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അടിപൊളി ആയിരിക്കും. എൻ്റെ മോനതെ അത് നോക്കിക്കേ, നൈസാ കേട്ടോ അവിടെയൊക്കെ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടും മഴ മാറി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. കറക്റ്റ് ആ ഒരു കയറിപ്പോകുന്ന റൂട്ട് ശരിക്കും ഞാൻ മറന്നുപോയി. ഇനി അത് കണ്ടുപിടിക്കണം. അതുകൂടാതെ അവിടെ ഇനി കയറ്റി വിടുമോയെന്ന് കണ്ടുപിടിക്കണം. കാരണം അത് ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വിഷയവും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അങ്ങോട്ട് ചെന്നിട്ട്. ഓ, ഇത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, അതെന്നെ വരവാടാ പുള്ളി വന്ന്. അവനാ സൈഡിൽ കൂടെ ആ ഒറ്റ ഫ്ലോയിലങ്ങ് പോയടാ. വിഷയം. എൻ്റെ പിന്നെ ഞാനും അയ്യോ, ഇതിലേക്ക് അടിപൊളി വഴിയൊക്കെ കിടപ്പുണ്ടല്ലോ. ഇത് നോക്കിയാൽ മൊത്തം മഞ്ഞായി കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ ഓഫ് റോഡാ പൊളി. എടാ ഓട്ടോക്കാരൻ എന്നെ വരവാടാ വന്നേ. ഓ, ഇത് മൊത്തം പായലാ കേട്ടോ. നിരങ്ങിക്കഴിഞ്ഞുണ്ടല്ലോടാ നമ്മൾ അവിടെ പോയി കിടക്കൂ. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് പോയാൽ മതിയടാ. എടാ നോക്കി ഇറക്കണേ, നോക്കി ഇറക്കണേ. ഇടിച്ചില്ല. ഇനിയിപ്പം ഓഫ് റോഡാണ്. ഇനിയിപ്പോൾ ഓഫ് റോഡ് കിട്ടിയില്ലെന്ന് വേണ്ട അല്ലേടാ. അടിപൊളി ഓഫ് റോഡ്. അയ്യോ, ഇത് തന്നെ. പണ്ട് ഇങ്ങനൊന്നും അല്ല, പണ്ട് മണ്ണായിരുന്നു. ഇപ്പോഴാ കല്ലൊക്കെ ആയത്. അതെ, ഇവിടെ എല്ലാം കല്ലാടാ. അയ്യോ അയ്യോ. ഇത് നോക്കിക്കേ, ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നോക്കിക്കേ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഓഫ് റോഡാണ്. എന്നാൽ ഇത് നോക്കിക്കേ, ശരി കേട്ടോ. പണ്ട് ഈ ഒരു റോഡ് ഇങ്ങനൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ കിടന്നത്. മൊത്തം ചെളിയായിരുന്നു. അതായത് മണ്ണ്, അതെ ഈ ഒരു മണ്ണ് കണ്ടോ, ഇതുപോലായിരുന്നു ഫുള്ള് കിടന്നത്. അത് കഴിഞ്ഞിപ്പം ഇതുപോലെ കല്ലൊക്കെ ഇട്ട് നിരത്തിയതാണ്. ഇനിയിപ്പം കുറച്ച് നാളും കൂടെ കഴിയുമ്പം ടാറിങ് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓനതെ ഇവിടെ ഒക്കെ നോക്കിക്കേ, അടിപൊളിയാ. ഓ, വൻ
വേഗം പോടാ. ഇവിടെ മൊത്തം ഇതുപോലെ വെള്ളം കെട്ടി കിടക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അകത്തുകൂടെ പോവാം. അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം മഴയില്ല കേട്ടോ. ഇത്ര നേരം മഴയായിരുന്നു, ചാറ്റൽ. അത് കഴിഞ്ഞിപ്പം ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പം വലിയ മഴയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ സീനില്ല കേട്ടോ. കൂടാതെ മൊത്തം മഞ്ഞുമായി. അതിൻ്റെ മണ്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട്. എന്താകുമെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ചേച്ചി ഇതേ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഇവിടെ ഇച്ചിരി സീനാണ്. ഇവിടെ ഇച്ചിരി സീനാ, ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. എന്താടാ വടി തട്ടു പോന്നല്ലേ? ഇവിടെ അത്യാവശ്യം വിഷയമാണ്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇറങ്ങി വരുന്നു. ആ ഒരു മണ്ടഭാഗം മൊത്തം മഞ്ഞ് കയറി കിടക്കുവാണ്. കേട്ടില്ല. താന്ന് പോയാൽ അവിടെ കിടക്കാം. അയ്യോ തെന്നുന്നേ. എന്നാടാ കല്ലൊക്കെ ഇടിച്ചോണ്ട് പോന്നേ? അതാ ആ താഴത്തെ ആ പീസേ തട്ടിയതാടാ. അത് കുഴപ്പമില്ല, പോട്ടെ. ഈ ഒരു ഭാഗം മൊത്തം ഏലമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓൺ റോഡിലെ കളികളാണ്. അയ്യോ, വീണ്ടും ഓഫ് റോഡ്. എൻ്റെ പൊന്നെ, ആ ഒരു വ്യൂ നോക്കിക്കേ, മാരക വ്യൂ ആട്ടോ. അത് അടിപൊളിയാണ്, രക്ഷയില്ല. എടാ, എവിടുന്നും ആടാ കയറി പോകുന്നത്. അതെ, പക്ഷെ കയറ്റി വിടുമോ അങ്ങോട്ട്? ഗൈസ്, ഇവിടെ മൊത്തം മഞ്ഞ കേട്ടോ. അല്ല, ഇങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പറയുമോ? പോവാം, ഫ്രണ്ടിൽ പോ. വഴിയുണ്ട്. അവിടെ ഒരു വീടാ കേട്ടറാ. വീടിൻ്റെ അവിടെ നിന്നിട്ട് വേണം കയറിപ്പോവാൻ, നടന്നു പോകണം. ഗൈസ്, ഈ ഒരു വഴിയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. പോട്ടെ, അവിടെ ഒരു വീടാടാ. എടാ, മണ്ടേ ഒരു വീടാടാ. അവിടെ വരെ പോവാമല്ലോ, അവിടെ വരെ പോവാം. അല്ല, അത് കഴിഞ്ഞ് കയറി പോകാൻ പറ്റുമോ എന്നാണ്. എടാ, അവരോടൊന്ന് ചോദിച്ചു നോക്കിയാടാ. ഇല്ല തന്നെയാ, പണ്ട് പോയിട്ടുണ്ട്. ചോദിച്ചു നോക്ക്. ഓടിപ്പോയി ചോദിച്ചിട്ടോ. അയ്യാ, ഇടിച്ച് കൊല്ലുപോടാ നീ. ഈ ഒരു വഴി തന്നെയാണ് പോകേണ്ടത്, പക്ഷേ ഈ ഒരു ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഗായ്സ്, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറി പോകണം കേട്ടോ. നമ്മൾ വണ്ടി അവിടെ വെച്ചു, മതിൽ ചാടിയാണ് വന്നത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മതിലല്ല, ആ ഒരു ഗേറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ
ഇതിലേ കയറി പോണം. അല്ലടാ അതായിരിക്കും വഴി. ഇത് വഴിയില്ലല്ലോ ഇതില്. ഉണ്ടോ? ആ ഉണ്ടടാ, ഇതിലേ വാ. ആ അതാടാ നല്ല വഴി. ഇത് ആ പാറ കയറണം. ഇതിലൊരു വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു തോട്. നീ മറ്റേ ഓഫ് റോഡ് പ്രേമിയാണോടാ നീ? അല്ല, ഓഫ് റോഡ് പോകണമെന്ന്. അപ്പുറത്തെ ഓഫ് റോഡാ, ഇത് നല്ല വഴിയാ. അയ്യോ അയ്യോ, ഇതിപ്പോൾ ഇനിയിപ്പോൾ മൊത്തം നടന്ന് കയറണം. അതിക്രമിച്ച് കയറിയതിനടുത്ത് ഇടാനായിരിക്കും. അയ്യോ എൻ്റെ പൊന്നെ. ഗായ്സ് നമുക്ക് പോകണ്ടെന്ന് പറഞ്ഞതാ. അതുകൊണ്ടോ മണ്ടേന്ന് ഉരുള എല്ലാവർക്കും കൂടെ. അതെ ഗായ്സ്, നമുക്ക് പോകേണ്ട സ്ഥലം കണ്ടോ? കാണാൻ പറ്റും, മൊത്തം മഞ്ഞ് കയറി കിടക്കും കേട്ടോ. എൻ്റെ പൊന്നെ ഗായ്സ്, ഇനിയിപ്പം കുറച്ചുകൂടെ മണ്ടേ ചെന്നിട്ട് കാണാം. അയ്യോ അയ്യോ അയ്യോ, ഇത് ഇഷ്ടം പോലുണ്ട് എൻ്റെ പൊന്നെ. വയ്യ. വഴിയൊക്കെ വെട്ടി നല്ല സെറ്റപ്പാക്കി ഇട്ടേക്കുവാ. ക്ഷമിക്കണം, ഇല്ല അടി കിട്ടും. ഇനിയിപ്പോൾ കുറച്ച് മണ്ടേ ചെന്നിട്ട് കാണാം കേട്ടോ.